CVD ഡയമണ്ട് എന്നാൽ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്ന പ്രക്രിയയിലൂടെ ലബോറട്ടറിയിൽ നിർമ്മിക്കുന്ന വജ്രമാണ്. പ്രകൃതിദത്ത വജ്രങ്ങൾക്ക് സമാനമായ രാസഘടനയും ഭൗതിക ഗുണങ്ങളുമുള്ള ഇവയെ സിന്തറ്റിക് ഡയമണ്ട് അഥവാ ലബോറട്ടറിയിൽ വളർത്തിയെടുത്ത വജ്രം എന്നും വിളിക്കുന്നു. CVD ഡയമണ്ട് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? വജ്രം ഉണ്ടാക്കുന്നതിനുള്ള വാതകങ്ങൾ ഹൈഡ്രജനും ഹൈഡ്രോ കാർബണും ഒരേ ചേംബറിൽ വയ്ക്കുന്നു. ചേംബറിനുള്ളിൽ താപം നൽകുമ്പോൾ വാതകങ്ങൾ വിഘടിച്ച് കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകുന്നു. ഈ കാർബൺ ആറ്റങ്ങൾ ഒരു പ്രതലത്തിൽ നിക്ഷേപിച്ച് വജ്രം ഉണ്ടാക്കുന്നു. ഇനി CVD ഡയമണ്ടിൻ്റെ പ്രത്യേകതകൾ നോക്കാം. പ്രകൃതിദത്ത വജ്രങ്ങൾക്ക് സമാനമായ കാഠിന്യം, തിളക്കം, രാസഘടന എന്നിവ ഇവയ്ക്കുണ്ട്. ചിലപ്പോൾ ചെറിയ നിറവ്യത്യാസങ്ങളോ പാടുകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലബോറട്ടറിയിൽ നിർമ്മിക്കുന്നതിനാൽ പ്രകൃതിദത്ത വജ്രങ്ങളെ അപേക്ഷിച്ച് വില കുറഞ്ഞവയാണ്. പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ ഉൽപ്പാദിപ്പിക്കാം. GIA പോലെ ഉള്ള സർട്ടിഫിക്കേഷൻ ലബോറട്ടറികൾ ഇവയുടെ ഉത്ഭവം രേഖപ്പെടുത്തുന്നു. CVD ഡയമണ്ട് വ്യാപാരികൾ. കോയമ്പത്തൂർ, എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ CVD ഡയമണ്ട് വ്യാപാരികളെ കണ്ടെത്താം. നക്ഷ് പോലെയുള്ള ലബോറട്ടറിയിൽ നിർമ്മിച്ച വജ്രങ്ങൾ വിൽക്കുന്ന കടകൾ എറണാകുളത്തും ഉണ്ട്. ലബോറട്ടറികളിൽ വളർത്തുന്ന വജ്രങ്ങൾ 2 രീതികളിലൂടെയാണ് നിർമ്മിക്കുന്നത്. ഉയർന്ന മർദ്ദം, ഉയർന്ന താപനില HPHT എന്ന് പറയും. രാസനിരാവി നിക്ഷേപം CVD. ഈ 2 രീതികൾ എന്തൊക്കെയാണ്? HPHT എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ഭൂമിക്കടിയിൽ വജ്രങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയെ ഈ രീതി ആവർത്തിക്കുന്നു. 5 മുതൽ 6 GPa മർദ്ദവും 1400°C മുതൽ 1600°C വരെ താപനിലയും HPHT വജ്രങ്ങൾ രൂപപ്പെടുത്തുന്നു. ഇനി CVD എന്താണെന്ന് നോക്കാം. ഈ രീതിയിൽ വജ്രവിത്തുകൾ താഴ്ന്ന മർദ്ദത്തിൽ രാസപ്രക്രിയകൾക്ക് വിധേയമാക്കുകയും ഇത് CVD വജ്രങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇനി CVD വജ്രങ്ങളുടെ ഒരു ഹ്രസ്വ ചരിത്രം നോക്കാം. 1956 ലാബിൽ വളർത്തിയ വജ്രങ്ങൾ ആദ്യമായി കണ്ടെത്തിയപ്പോൾ അവ നിർമ്മിക്കാൻ HPHT രീതി ഉപയോഗിച്ചു. അന്നു മുതൽ ശാസ്ത്രജ്ഞന്മാരും നൂതനാശയക്കാരും വജ്രങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. 1980കളിൽ മാത്രമാണ് വജ്രങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള CVD പ്രക്രിയ പൂർണ്ണമായും സ്ഥാപിക്കപ്പെടുകയും യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. CVD വജ്രങ്ങളുടെ ആദ്യ സൃഷ്ടാക്കളുടെ ചില പേരുകൾ ഇവയാണ്: WG എവർസോൾ, ഡെർജാഗുയിൻ, JC ആഗംസ്. GIA ജമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക വെബ്സൈറ്റിലെ ഇൻ്റഗ്രേറ്റഡ് ഡയമണ്ട് ടെക്നോളജീസ് LLCയിലെ റോബർട്ട് ലിനാറസിൻ്റെ ഒരു ലേഖനം അനുസരിച്ച് ആദ്യകാല CVD വളർച്ചാ അറകൾ ഒരു സമയം ഒരു വിത്തിൽ മാത്രമേ വളർച്ച സാധ്യമാക്കിയിരുന്നുള്ളൂ. റിയാക്ടർ വിത്ത് ശേഷി സൂക്ഷ്മമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യാവസായിക രഹസ്യമാണെങ്കിലും ചില CVD നിർമ്മാണ സംവിധാനങ്ങൾക്ക് ഒരേ സമയം 50 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വിത്തുകൾ വളർത്താൻ കഴിയുമെന്ന് റിപ്പോർട്ടുണ്ട്. ആ എണ്ണം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെച്ചപ്പെട്ട CVD സാങ്കേതികത. GIA മറ്റൊരു റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് വർഷങ്ങളായി CVD സാങ്കേതികവിദ്യ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും നൂതനാശയക്കാർ വലുതും ഉയർന്ന നിലവാരമുള്ളതുമായ നിറമില്ലാത്തതുമായ വജ്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ അതിവേഗം മെച്ചപ്പെടുത്തുന്നുണ്ടെന്നും ആണ്. 2016 ഏറ്റവും വലിയ CVD സിന്തറ്റിക് വജ്രമായ 3 കാരറ്റ് 5 കാരറ്റ് വജ്രം GIA പരീക്ഷിച്ചു. അതിനുശേഷം ഒരു 5 കാരറ്റ് വജ്രം പരീക്ഷിച്ചു. CVD വജ്രങ്ങളിലെ വൈകല്യങ്ങൾ കുറയ്ക്കാനും നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ് കഴിഞ്ഞ 20 വർഷമായി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരു CVD വജ്രത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. CVD വജ്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ അതിൻ്റെ സമാനതകളില്ലാത്ത കാഠിന്യം, അസാധാരണമായ താപചാലകത,
രാസപരമായി വളരെ നിഷ്ക്രിയ ആസിഡുകളോ മറ്റ് രാസവസ്തുക്കളോ ബാധിക്കില്ല. ബ്രോഡ്ബാൻഡ് ഒപ്റ്റിക്കൽ സുതാര്യത. വളരെ ഉയർന്ന താപനിലയിൽ മാത്രമേ ഗ്രാഫിറ്റൈസേഷൻ സാധ്യമാകൂ. ഇനി CVD വജ്രനിർമ്മാണ പ്രക്രിയ എന്താണെന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വജ്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള CVD പ്രക്രിയയിൽ ഹൈഡ്രോ കാർബൺ വാതകത്തിൻ്റെയും ഹൈഡ്രജൻ്റെയും മിശ്രിതം എന്ന രാസവസ്തുക്കൾ ഉൾപ്പെടുന്നു. ഈ മിശ്രിതം താഴ്ന്ന മർദ്ദത്തിൽ വജ്രത്തിൻ്റെ വളർച്ചാ താപനിലയിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ഹൈഡ്രജൻ്റെ ഒരു ഭാഗം ആറ്റോമിക് ഹൈഡ്രജനായി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇത് CVD വജ്രത്തിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്നു. താപത്തിൻ്റെ സഹായത്തോടെ ആറ്റോമിക് ഹൈഡ്രജൻ ഹൈഡ്രോ കാർബൺ വാതകവുമായി പ്രതിപ്രവർത്തിച്ച് ശുദ്ധമായ കാർബൺ ഉണ്ടാക്കുന്നു. അതാണ് CVD വജ്രം. ഇനി CVD വജ്രങ്ങൾ എത്ര വേഗത്തിൽ വളരുന്നു എന്ന് നോക്കാം. CVD വജ്രങ്ങൾ മണിക്കൂറിൽ ശരാശരി 0.1 മുതൽ 10 മൈക്രോമീറ്റർ വരെ വളരുന്നു. CVD ഉപകരണങ്ങളുടെ കോൺഫിഗറേഷൻ, ഉപയോഗിക്കുന്ന വാതക മിശ്രിതം, താപനില, മർദ്ദ സാഹചര്യങ്ങൾ എന്നിവയാണ് കൃത്യമായ വളർച്ചാ നിരക്കിനെ മാറ്റാൻ കഴിയുന്ന ചില ഘടകങ്ങൾ. CVD വജ്ര ഉൽപ്പാദനത്തിലെ സാങ്കേതിക പുരോഗതി ഈ വളർച്ചാ നിരക്കുകളെ സ്വാധീനിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്തേക്കാം. ഇനി HPHTയേക്കാൾ CVDയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വജ്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള HPHT പ്രക്രിയയെ അപേക്ഷിച്ച് CVD പ്രക്രിയയ്ക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ചിലത് ഇതാ. CVD വജ്രത്തിൻ്റെ വലുപ്പത്തിലും ആകൃതിയിലും ഉയർന്ന വഴക്കം. ഈ പ്രക്രിയയിൽ വാതകങ്ങൾ ചേർക്കുന്നത് CVD വജ്രങ്ങളിലെ മാലിന്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വലിയ പ്രദേശങ്ങളിലും വിവിധ അടിവസ്ത്രങ്ങളിലും വജ്രങ്ങൾ വളർത്താനുള്ള കഴിവ്. രാസമാലിന്യങ്ങളുടെ മേലും അതുവഴി CVD വജ്രത്തിൻ്റെ ഗുണങ്ങളുടെ മേലും മികച്ച നിയന്ത്രണം. CVD പ്രക്രിയയ്ക്ക് ഉയർന്ന മർദ്ദം ആവശ്യമില്ല. കാരണം വളർച്ച സാധാരണയായി 27 kPaയിൽ താഴെയുള്ള മർദ്ദത്തിലാണ് സംഭവിക്കുന്നത്. ഇനി CVD വജ്രങ്ങളുടെ മുറിക്കലും മിനുക്കലും എങ്ങനെയാണെന്ന് നോക്കാം. ഖനനം ചെയ്ത വജ്രങ്ങൾ പോലെ അതേ വിലയ്ക്ക് തന്നെ CVD വജ്രങ്ങൾ മുറിച്ച് മിനുക്കിയെടുക്കുന്നു. വാങ്ങുന്നവർക്ക് അവ ലാബിൽ വളർത്തിയ വജ്രങ്ങളാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ വജ്രങ്ങൾ ഗർഡിൽ ലേസർ ഉപയോഗിച്ച് ആലേഖനം ചെയ്യാൻ കഴിയും. നിങ്ങൾ എന്തിനാണ് CVD വജ്രങ്ങൾ വാങ്ങേണ്ടത്? CVD വജ്രത്തിൻ്റെ വില. ഖനനം ചെയ്ത വജ്രങ്ങളെ അപേക്ഷിച്ച് അവയ്ക്ക് വില കുറവാണ്. ഖനനം ചെയ്ത വജ്രങ്ങൾ പോലെ തന്നെ അവയും യഥാർത്ഥമാണ്. സംഘർഷരഹിത വജ്രങ്ങൾ. CVD വജ്രങ്ങൾ സംഘർഷരഹിതമാണ്. സാമൂഹികവും രാഷ്ട്രീയവുമായി ബോധമുള്ളവർ ലാബിൽ വളർത്തിയ ഈ വജ്രങ്ങൾ മാത്രമേ വാങ്ങാവൂ. പരിസ്ഥിതി സൗഹൃദ വജ്രങ്ങൾ. CVD വജ്രങ്ങൾ പരിസ്ഥിതി സൗഹൃദമാണ്. കാരണം അവ സുരക്ഷിതമായ ലബോറട്ടറി അന്തരീക്ഷത്തിലാണ് നിർമ്മിക്കുന്നത്. ടൈപ്പ് IA വജ്രങ്ങൾ. നിറമില്ലാത്തതോ നിയർ കളർ DJ ആയ CVD വജ്രങ്ങളെ വജ്രങ്ങളുടെ ഏറ്റവും ശുദ്ധരൂപമായ ടൈപ്പ് IA ആയി തരംതിരിച്ചിരിക്കുന്നു. HPHT ആയാലും CVD ആയാലും ഖനനം ചെയ്ത വജ്രങ്ങൾക്ക് പകരം ലബോറട്ടറിയിൽ നിർമ്മിച്ച കാർബൺ വജ്രങ്ങൾ വാങ്ങുന്നവർ ഇപ്പോൾ അതിലേക്ക് ചായുകയാണ്. ലബോറട്ടറിയിൽ നിർമ്മിച്ച വജ്രങ്ങൾ വാങ്ങുന്നവർക്ക് അവരുടേതായ സവിശേഷമായ വജ്രം സൃഷ്ടിക്കാനുള്ള സാധ്യത നൽകുന്നു. വലുപ്പം, ആകൃതി, മുറിക്കൽ, മിനുക്കൽ, നിങ്ങളുടെ ആഭരണങ്ങളുടെ രൂപകൽപ്പന തുടങ്ങി എല്ലാം HPHT അല്ലെങ്കിൽ CVDയിൽ നിർമ്മിച്ച ലബോറട്ടറിയിൽ നിർമ്മിച്ച വജ്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം. ഇത് സാധ്യമാകുമെന്ന് ആരാണ് കരുതിയിരുന്നത്? അത് സാധ്യമാകുന്നതിനാൽ എന്തിനാണ് അതിവിലയേറിയതും സംഘർഷത്തിൽ നിന്ന് ഖനനം ചെയ്തതുമായ വജ്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്?